ഒരു പ്രാവശ്യം 3 വണ്ടി പോലീസ് എന്നെ ഇറക്കിക്കൊണ്ട് ഞാൻ ജോലിക്ക് കയറി ഇടയ്ക്ക് ഇവിടെ നിന്ന് കിട്ടിയ വരുമാനത്തിനേക്കാളും എനിക്ക് സമ്പാദ്യമായിട്ട് എന്റെ കൂടെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് ട്രെയിനിങ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു റോട്ടിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു വാഹനം കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആർക്കൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ട്രെയിനിങ്ങിൽ നമുക്ക്. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഹലോ മലയാളീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും അതേപോലെ തന്നെ മാൾട്ടയിൽ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ചേട്ടൻ്റെ റീല് കണ്ടു. എത്ര വർഷമായി ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ഏകദേശം എത്ര ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്? ഇവിടുത്തെ 2 വീലർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ലൈസൻസും ഉണ്ട്. 2 വീലർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ലൈസൻസും. 2 വീലർ 125cc വരെ ഓടിക്കാനുള്ളത് നമുക്ക് കാർ എടുക്കുമ്പോൾ തന്നെ കിട്ടും. ഓക്കെ. പിന്നെ അതല്ലാതെ അതിന് മുകളിലോട്ടുള്ള CC ഉള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള 2 വീലർ ഞാൻ എടുത്തില്ല. മെയിനായിട്ട് ജോലി സംബന്ധമായിട്ടാണല്ലോ ഈ ലൈസൻസ്. അതെ അതെ അതെ. അതുകൊണ്ട് പിന്നെ 2 വീലറിലേക്ക് പോകില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ആദ്യം മുതൽ നമുക്ക് കയറിയിട്ട് ഇപ്പോൾ എനിക്ക് ബസ് മാത്രം മതി എന്ന് വെച്ചാൽ ബസ് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഇവിടെ നിന്ന് ആദ്യം ചെറുതിന്ന് വലുതിലോട്ട് പോകാൻ. ചെറുതിന്ന് അതിലോട്ട് നമുക്കിപ്പോൾ ബസ് ആണെങ്കിലും ട്രക്ക് ആണെങ്കിലും നമ്മൾ ആദ്യം കാർ എടുക്കണം. ഓക്കെ. അപ്പോൾ അത് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഫസ്റ്റ് എന്നിട്ട് ബുക്ക് ചെയ്ത് എക്സാം എഴുതണം, അങ്ങനെ എന്താണ് അതിന്റെ പ്രൊസീജിയർ? തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ തുടങ്ങിയത് എങ്ങനെയാന്ന് പറയാം. അതായിരിക്കും കുറച്ചുകൂടി. ഞാൻ നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്ത് ഇവിടെ വന്നു. അതെ. ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്ത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ പാസഞ്ചർ പൊതുവാഹനങ്ങൾ ഓടിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അതിന് ഇവിടുത്തെ ഒരു ബാഡ്ജ്, അതായത് ഇവിടെ ടാഗ് എന്ന് പറയും, നമ്മുടെ നാട്ടിലെ ബാഡ്ജ്, അതെടുക്കണം. അതല്ലാതെ ഇവിടുത്തെ ട്രക്ക് ഡെലിവറി വാഹനങ്ങൾ ഓടിക്കാൻ നമുക്ക് ആ ടാഗ് വേണമെന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ എന്റെ കമ്പനിയിലാണ്, ഞാൻ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് വന്നത്. കമ്പനി തന്നെ എനിക്ക് ടാഗ് എടുക്കാനുള്ള ഒരു ടെസ്റ്റ് നടത്തി. അതിന് മുമ്പ് ഒരു തിയറി ടെസ്റ്റ് ഉണ്ട്. ആ തിയറി ടെസ്റ്റ് കമ്പനി തന്നെ ബുക്ക് ചെയ്ത് തന്നു. ഞാൻ അവിടെ പോയി എഴുതി. പിന്നെ പൈസേനെ ശമ്പളത്തിൽ നിന്ന് അവർ പിടിക്കുമായിരുന്നു. ആ ടെസ്റ്റ് പാസ്സായതിനു ശേഷമാണ് എനിക്ക് ഔദ്യോഗികമായിട്ട് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. ഞാനിവിടെ വന്ന സമയത്ത് എനിക്കൊരു 5 മാസം കാലതാമസം വന്നു. ആദ്യം ഇവിടെ വന്നിട്ട് 5 മാസം. ഈ 5 മാസം ജോലിയില്ലാതിരുന്നു? ഈ 5 മാസം ഞാൻ ജോലിയില്ലാതിരുന്നു. 5 മാസം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതേപോലെ ഇപ്പോഴത്തെ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ ചിലപ്പോൾ ചിലവർക്ക് ജോലി കിട്ടാറുണ്ട്. അപ്പൊ അന്നത്തെ അത് അവരുടെ ഒരു ലെക്ക് പോലെ ഇരിക്കും. കാരണം ഞാനിവിടെ വന്നപ്പോ ആദ്യം എനിക്ക് വന്ന തടസ്സം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അപ്രൂവൽ വരാൻ. മെഡിക്കൽ അപ്രൂവൽ. ഓക്കെ. നമുക്ക് ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ദുബായിക്ക് പോണ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് മെഡിക്കൽ എടുത്ത് ഇവിടെ വരാൻ പറ്റില്ല. ഇവിടെ നിന്ന് തന്നെ മെഡിക്കൽ എടുത്തു. അതെ അതെ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കൽ എടുത്ത് അതെല്ലാം സക്സസ് ആണ്. പക്ഷേ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിനൊരു അപ്രൂവൽ നമ്മുടെ കമ്പനിക്കും ഐഡന്റിറ്റി മാൾട്ടയ്ക്കും പോകണം. അത് വന്നില്ല. അപ്പൊ അതിന്റെ പേർക്ക് ഒരു 3 മാസം പോയി. പിന്നെ ഞാൻ ടെസ്റ്റ് പാസ്സായിട്ട് ടാഗ് വരാൻ വേണ്ടിട്ട് ഒരു 2 മാസം, അങ്ങനെ മൊത്തം ഒരു 5 മാസം വെയിറ്റ് ചെയ്തു. അതെ അതെ. ഈ ടെസ്റ്റ് എങ്ങനെയാണ് ഇപ്പോ നടത്തുന്നത്? ഈ ടാഗിന്റെ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഏകദേശം? അത് പൊതുവെ ട്രാഫിക് നിയമങ്ങളെ പറ്റിയാണ് തിയറി ടെസ്റ്റിൽ ചോദിക്കുന്നത്. നമ്മൾ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെ തന്നെ ഒരു ടെസ്റ്റ് ആണ് ഈ ടാഗിന്റെ. അതെ. അതായത് ഇപ്പൊ ഞാൻ ബസ്സിന്റെ ടെസ്റ്റ് ആണ്, ബസ് മെയിൻ ആയിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ടാഗിന്റെ ടെസ്റ്റ് എഴുതിയത്. അതെ അതെ. അപ്പം കൂടുതലും ബസ് സംബന്ധമായ ബസ്സിൽ എത്ര പാസഞ്ചറെ കൊണ്ടുപോകും, അങ്ങനെ ബസ് ഓരോ സ്ഥലത്ത് എത്ര സ്പീഡ് ലിമിറ്റ് ആണ്, അതുപോലെ തന്നെ റോഡ് മാർക്കിങ്സ്, അങ്ങനെ പല നിയമങ്ങൾ, ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മൊത്തത്തിൽ എത്ര ടെസ്റ്റ് വരും ഈ ബസിന്റെ ടാഗ് എടുക്കാനായിട്ട്? അതായത് ടാഗ് എടുക്കാനായിട്ട് 2 ടെസ്റ്റാണ്. ഒരു തിയറി ടെസ്റ്റും പിന്നെ ഒരു CPC ടെസ്റ്റും ഉണ്ട്. CPC എന്ന് പറഞ്ഞാൽ നമ്മള് കോമ്പറ്റൻസ് ഓഫ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. അതിന്റെ ഒരു ക്ലാസ്. അതിനൊരു ക്ലാസ് ഉണ്ട്. അത് 5 വർഷത്തേക്കാണ് ആ സർട്ടിഫിക്കറ്റ്. 5 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ 35 മണിക്കൂർ ക്ലാസ് കേട്ട്
അതിന്റെ സർട്ടിഫിക്കറ്റ് പുതുക്കണം. അതിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേണം അത് പുതുക്കാനായിട്ട്. ഓക്കെ ഓക്കെ. അതിപ്പോ നമ്മൾ വേറെ രാജ്യത്ത് പോയാലും വണ്ടി ഓടിക്കണമെങ്കിൽ ആ സംഭവം നിർബന്ധമായിട്ട് വേണം. ഓക്കെ. ഇപ്പോ മാൾട്ടയിൽ വന്നിട്ട് ഇപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണ്? മെയിനായിട്ട് വരുമ്പോ തന്നെ ഇവിടുത്തെ നിയമങ്ങളെ പറ്റി പഠിക്കുക. ഓക്കെ. പിന്നെ തിയറി ടെസ്റ്റ് എഴുതുക. തിയറി ടെസ്റ്റ് എഴുതുക. ആ തിയറി ടെസ്റ്റിൽ പഠിച്ച കാര്യങ്ങൾ റോഡിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതെ, ഇന്റർനാഷണൽ വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടല്ലോ. കാരണം നമ്മുടെ ഒരു ഡ്രൈവിംഗ് രീതിയല്ല, ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതിയല്ല. അപ്പൊ അവരോട് എന്താണ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്? അവരോടും പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത് തന്നെയുള്ളൂ. ഇന്റർനാഷണൽ വെച്ച് വന്നാൽ ഈ പാസഞ്ചർ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റില്ല. ഇതുപോലെ എന്തെങ്കിലും ഡെലിവറി ട്രക്കോ അല്ലെങ്കിൽ മറ്റേ ഡെലിവറി സ്കൂട്ടറുകളൊക്കെ ഓടിക്കുമ്പോൾ ആ ഓടിക്കാനായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ നിയമങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ കൂടുതലും റൗണ്ട് അബൌട്ടുകൾ, ഞാൻ അതിലേക്ക് പറഞ്ഞു വരുമായിരുന്നു. റൗണ്ട് അബൌട്ടുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഓരോ എക്സിറ്റിലേക്ക് പോകുമ്പോഴും എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത്, അങ്ങനെ ആ റൗണ്ട് അബൌട്ട് ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. പല റൗണ്ട് അബൌട്ടിലും ചില റൗണ്ട് അബൌട്ടിൽ 3 എക്സിറ്റ് ഉണ്ടാവുള്ളൂ, ചിലതിൽ 4 ഉണ്ടാവും, ചിലതിൽ 6 ഉണ്ടാവും. അപ്പൊ ഓരോ എക്സിറ്റും നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ് അത് മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ആർക്കാണ് റൗണ്ട് അബൌട്ടിൽ പ്രയോറിറ്റി, നമ്മൾ ആർക്കാണ് പ്രയോറിറ്റി റോട്ടിലും റൗണ്ട് അബൌട്ടിലൊക്കെ കൊടുക്കേണ്ടത്, അതിനെപ്പറ്റി വിശദമായി പഠിച്ചിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ഇപ്പോ ഇൻഷുറൻസിന് ഇപ്പൊ ഇന്റർനാഷണൽ വെച്ച് ഓടിക്കുന്നവർക്ക് ചിലർക്ക് ഇൻഷുറൻസ് ക്ലെയിം ആവുന്നില്ല, അതേപോലെ ഇൻഷുറൻസ് കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് സംസാരം കേട്ടു. അതിപ്പോ പുതിയതായിട്ട് റീസെന്റ് ഇപ്പൊ കേട്ടു തുടങ്ങിയതാണ്. അതായത് ഇപ്പം ഇന്റർനാഷണൽ വെച്ച് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഒരു എക്സ്ട്രാ ഇൻഷുറൻസ് എന്ന് എടുക്കുന്നു പറയുന്നത് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല, എങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടു. ഓക്കെ, നമുക്ക് അത് ഫുള്ള് ഇന്റർനാഷണൽ വെച്ച് ഓടിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ലൈസൻസ് കിട്ടുന്ന അതേ പ്രയോറിറ്റി കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അതൊക്കെയാണ് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടന് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഡ്യൂട്ടിയിലേക്ക് പോവാം. പാട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലെ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഒറ്റ ലേണേഴ്സ് എഴുതിയാൽ എല്ലാ ലൈസൻസും എടുക്കാം, ബാക്കിയെല്ലാം പ്രാക്ടിക്കൽ ടെസ്റ്റുകളുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ തിയറി ടെസ്റ്റ് ഉണ്ട്. കാറിനൊരു തിയറി ഉണ്ട്, ബസ്സിനൊരു തിയറി ഉണ്ട്, ട്രക്കിനൊരു തിയറി ഉണ്ട്, ട്രെയിലറിനൊരു തിയറി ഉണ്ട്, CPCക്ക് മറ്റൊരു തിയറി ഉണ്ട്. ഇനി ഇതല്ലാതെ ADR എന്നൊരു ലൈസൻസ് ഉണ്ട്. ഈ ടാങ്കർ ലോറി, പെട്രോള്, അതുപോലെ സ്ഫോടക വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടിട്ട് ADR ലൈസൻസ് ഉണ്ട്. അതിന് വേറൊരു തിയറി ക്ലാസ് ഉണ്ട്. അപ്പം ഓരോ ലൈസൻസ് എടുക്കണമെങ്കിൽ മുന്നേ ഓരോ തിയറി ടെസ്റ്റ് പാസ്സാണ്. പിന്നെ ഓൾ യൂറോപ്പിൽ ഓടിക്കണമെങ്കിൽ ട്രക്കിന് വേറൊരു CPC ഉണ്ട്, ബസ്സിന് വേറെ CPC ഉണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് പാസ്സാണ്. അപ്പൊ ഞാനിവിടെ എല്ലാ ടെസ്റ്റും ഒരുമാതിരി എഴുതി അനുഗ്രഹം കൊണ്ട് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഇപ്പോ ആദ്യമായിട്ട് ഇപ്പൊ ഒരു നാട്ടിലെ ലേണേഴ്സ് എഴുതിയതിന്റെ പരിചയമുള്ള ഒരാള് ഇപ്പൊ മാൾട്ടയിലേക്ക് വരുമ്പോൾ ഒരു ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ ഒരു ഫേസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ആദ്യമായിട്ട് എഴുതിയപ്പോൾ ഒരു കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. അതായത് മെയിനായിട്ട് നേരിട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യം ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി ആദ്യം ഈ തിയറി ടെസ്റ്റ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ. കാരണം അതിനകത്തുള്ള ചില വാക്കുകളൊന്നും ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകളായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ഈസി ആക്കാൻ വേണ്ടി ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഡിക്ഷണറി എടുത്ത് ഓരോ വാക്കിന്റെ അർത്ഥം നോക്കി അതിനകത്ത് അത് മനസ്സിലാക്കി അതെന്താണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ പഠിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ചോദ്യം കാണുമ്പോൾ അതിന്റെ സംഭവമാണെന്ന് മനസ്സിലാവും. ഒരു ഡ്രൈവിംഗ് ജോലിക്ക് വരുന്ന ഒരാള് ഇത് പഠിക്കാനായിട്ട് പ്രാപ്തനായിരിക്കണം. ഇത്രയും സംഭവങ്ങൾ പഠിക്കാനുണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണം വരാനായിട്ട്. അതേപോലെ ഇവിടെ വന്നിട്ട് പിന്നെ അവസാനം എനിക്കത് കിട്ടിയില്ല. ഇന്റർനാഷണൽ വെച്ചിട്ട് ഇപ്പോ ഒരു വർഷമേ ഉള്ളൂ, ഒരു വർഷമേ വാഹനം ഓടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡ്രൈവിംഗ് ജോലിക്ക് വരുമ്പോൾ അത് പഠിക്കാനായിട്ട് നമ്മൾ സന്നദ്ധനായിരിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരിക്കത്തില്ലല്ലേ. അപ്പോ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അതിന്. പഠിക്കേണ്ടത് പഠിച്ചേ പറ്റൂ. അപ്പോ ടെസ്റ്റുകൾ, ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ്, ഇപ്പൊ ഞാനൊരു ഒരുപാട് ലൈസൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ആധികാരികമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല, ഒരുപാട് നീണ്ടുപോകും വീഡിയോ. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചേട്ടന് എന്തൊക്കെയായിരുന്നു അവർ നോക്കിയത് കാറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്ത്? ഞാൻ മെയിനായിട്ട് പറയാം, അതായത് ഞാൻ നാട്ടിൽ ഊബർ ടാക്സി ഓടിച്ച് നടക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങോട്ടുള്ള ഒരു ഓഫർ എന്റെ കൂട്ടുകാരൻ പറയുന്നതും ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നതും. ഞാൻ നാട്ടിൽ കാറ് ഫുൾ ടൈം, അതായത് ഒരാഴ്ചയിൽ 7 ദിവസവും മിക്ക ദിവസവും ഞാൻ പണിക്ക് പോകും. ചില ദിവസങ്ങളിൽ കാറിനെ തന്നെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് നേരിട്ടത് കാർ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് ആയിരുന്നു. അത് ഭയങ്കര, ഇവിടത്തെ കാറ് ഓടിക്കുന്ന സിസ്റ്റം, പിന്നെ പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ്. പിന്നെ മെയിനായിട്ട് റോട്ടില് ഈ 2 സൈഡിൽ അറിയാലോ, ഇവിടെ നാരോ റോഡാണ്, 2 സൈഡിലും ചിലപ്പോൾ കാർ പാർക്കിംഗ് ഉണ്ടാവും. ചിലപ്പോൾ റോട്ടിൽ തന്നെ സ്പീഡ് ലിമിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലത് റോട്ടിലായിരിക്കും, ചിലത് മതിലുമേൽ ഇങ്ങനെ ചില ആരോകൾ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ടീ റോഡുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ റോഡ് അവസാനിക്കായിരിക്കും, ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന
ഇൻസ്പെക്ടർ പറയും നേരെ അങ്ങോട്ട് പോകാൻ പറയും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവും. അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ അവരങ്ങനെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. സിഗ്നൽ നോക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പെഡസ്ട്രിയൻസ്, സൈക്ലിസ്റ്റ്, പിന്നെ ടൂ വീലർ കൊണ്ടുവരുന്ന ആൾക്കാർ, അത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുതിര. ആ സംഭവം ഇവിടെ ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. അതിന് മെയിൻ ആയിട്ട് നമ്മളൊരു പ്രയോറിറ്റി അവർക്ക് കൊടുക്കണം. അത് നമ്മൾ അതനുസരിച്ച് വേണം ആ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ. ഞാനിതുപോലെ എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്ത് കാർ ഓടിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ ഒരു ചെറിയ വഴിയിൽ കുതിര വണ്ടി വന്നു. പിന്നെ അത് പോകുന്നത് വരെ അതിന്റെ പുറകെ തന്നെ പോകാനേ പറ്റത്തുള്ളൂ. വലിയ റോഡാണെങ്കിൽ നമ്മൾ മാക്സിമം സ്പേസ് യൂസ് ചെയ്തിട്ട് കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കാതെ അതിനെ കവർ ചെയ്ത് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. പക്ഷെ ചെറിയ വഴിയാണെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തന്നെ നിൽക്കണം. ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ഫെയിൽ ആവും. അതെ. ഇപ്പൊ മാൾട്ടയിൽ വന്നിട്ട് പൊതുവെ ഇപ്പൊ എല്ലാ യൂറോപ്യൻ കൺട്രീസിൽ അപേക്ഷിച്ച് മാൾട്ടയിൽ ഇച്ചിരി എളുപ്പമാണ്, പെട്ടെന്ന് ലൈസൻസ് കിട്ടും എന്നൊരു പുറത്തുള്ള ഒരു ധാരണയുണ്ട്. അതിനെപ്പറ്റി പറയാനായിട്ടുണ്ട്? ഒരിക്കലുമില്ല, അനുഭവിച്ചവർക്കേ മനസ്സിലാവും. അതെ. പിന്നെ മാൾട്ട ഒരു എൻട്രി രാജ്യമാണ് യൂറോപ്പിലേക്ക്, അത് ഓക്കെയാണ്. പക്ഷെങ്കിൽ വരുമ്പോ തന്നെ നമുക്ക് ലൈസൻസ് എടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 മാസം കഴിയണം നമുക്ക് ഈ തിയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ മെയിനായിട്ട് ID കാർഡ് വേണം ഇവിടുത്തെ. ചില സാഹചര്യങ്ങളിൽ 3 മാസം കൊണ്ടൊക്കെ നമുക്ക് ID കാർഡ് കിട്ടും. ചില സാഹചര്യങ്ങളിൽ 6-7 മാസങ്ങളൊക്കെ പിടിക്കും നമുക്ക് ID കാർഡിലേക്ക് എത്തിപ്പെടാൻ. ബ്ലൂ പ്രിന്റ് കിട്ടാൻ തന്നെ 3 മാസം പിടിക്കും. അപ്പൊ കുറച്ച് ഡിലേ ആണ്. പിന്നെ ആ ID കാർഡ് കിട്ടിക്കഴിഞ്ഞ് മാത്രമല്ല 6 മാസം കഴിയണം നമുക്ക് തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ. തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നമ്മൾ ലേണിംഗ് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്ട്രക്ടർ പറയണം നീ ടെസ്റ്റ് അടിക്കാൻ പ്രാപ്തനാണ്, നിനക്ക് വേണ്ടി ടെസ്റ്റ് ബുക്ക് ചെയ്യാമെന്ന് പറയണം. ആ ടെസ്റ്റ് ബുക്ക് ചെയ്തിട്ട് ടെസ്റ്റിന് ഡേറ്റ് ഇടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് മേ ബി 2 മാസം 3 മാസം, ഇപ്പം 5 മാസമൊക്കെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു കേൾക്കാം. അപ്പൊ ആ ടെസ്റ്റ് ഡേറ്റ് കിട്ടി. ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായാൽ കുഴപ്പമില്ല, ഫെയിൽ ആയാൽ വീണ്ടും ഇതുപോലെ ഡേറ്റ് കാത്തിരിക്കും. അതെ. ടെസ്റ്റ് കട്ടിയാണ്, ഇച്ചിരി കട്ടിയാണ്. മെയിനായിട്ട് എനിക്ക് ഏറ്റവും കട്ടിയായിട്ട് തോന്നിയത് കാർ ടെസ്റ്റ് ആണ്. അത് തിയറിയും അതേപോലെയാണോ? കാർ ടെസ്റ്റ് ആണോ തിയറി? തിയറി എല്ലാം ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലി എനിക്ക് കാറാണ്. അത് ഒരു ആദ്യത്തെ യൂറോപ്യൻ ലൈസൻസ് ആയതുകൊണ്ട് ഒരു ആയതുകൊണ്ടും പിന്നെ ഇവിടുത്തെ പാർക്കിങ്ങും ബ്രേക്കിങ്ങും ഒക്കെ പ്രശ്നമാണ്. ലാസ്റ്റ് ഡ്യൂട്ടി ആ റീല് കണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഡ്യൂട്ടി ആണെന്ന് പറയുന്നത്. അപ്പൊ എത്ര വർഷമായി പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പൊ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ 4 വർഷം. ഈ 4 വർഷത്തെ അനുഭവം കൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ഇനി വരാൻ നിൽക്കുന്ന കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനും അവരൊരു എങ്ങനെയായിരുന്നു ചേട്ടാ ഇതിനകത്ത് കയറി പറ്റിയ ഒരു ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയായിരുന്നു ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. ഞാൻ ഇങ്ങോട്ട് കയറി പറ്റിയപ്പോ എനിക്ക് 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 2 ഇന്റർവ്യൂ? ഒന്ന് ഈ കമ്പനിയുടെ പേർക്കും പിന്നെ ഇവിടെ തന്നെയുള്ള ഒരു ഏജൻസിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ 2 ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞ ശേഷം പിന്നെ എന്റെ ഇന്റർവ്യൂ വേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 വർഷം വെയിറ്റ് ചെയ്തു. 1 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടുത്തെ കോൺട്രാക്ട് കിട്ടുന്നത്. കോൺട്രാക്ട് പിന്നെ നമ്മൾ VFS സബ്മിറ്റ് ചെയ്ത് പിന്നെ വിസ അടിച്ചു വന്നു, അങ്ങനെ കയറി വന്നു. പിന്നെ ഇവിടെ വന്ന് ഈ പറഞ്ഞ പോലെ 5 മാസം കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. 3 മാസം കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ് തുടങ്ങിയത്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മാസം ടാഗിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിൽ അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ വരുമാനത്തിനേക്കാളും എനിക്ക് സമ്പാദ്യമായിട്ട് എന്റെ കൂടെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു റോട്ടിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു വാഹനം കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആർക്കൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ട്രെയിനിങ്ങിൽ നമുക്ക് കിട്ടും. നമ്മളെ ശരിക്കും ഒരു പ്രൊഫഷണലാക്കി മാറ്റി വരും. അത് എനിക്ക് ഇവിടുത്തെ ആ ഒരു മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിനോടും എന്റെ ആ ഇൻസ്ട്രക്ടർമാരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നമ്മളെ അതേപോലെയുള്ള ഒരു ട്രെയിനിങ് ആണ്. എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു അത് അറ്റൻഡ് ചെയ്തതിലും അങ്ങനെ ഒരു ടീമിന്റെ കൂടെ ആയിരിക്കാൻ സാധിച്ചതിലും. അതേപോലെ ഇപ്പൊ റൂട്ടൊക്കെ ഇവിടെ വന്നിട്ട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്? തീർച്ചയായിട്ടും. അതായത് നമുക്കിവിടെ ഒരു ഗൂഗിൾ മാപ്പ് ഇല്ല. എന്താ പറയാ, എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഞാൻ വർക്ക് ചെയ്ത ഗ്രൂപ്പിൽ 36 റൂട്ട് കാണാതെ പഠിക്കണമായിരുന്നു. 36 റൂട്ട് കാണാതെ പഠിക്കണം, അതൊരു ടാസ്ക്. 36 റൂട്ട് കാണാതെ പഠിച്ചു എന്നായിരിക്കും. ചില ദിവസം നമ്മൾ വരുമ്പം നമ്മൾ പോകേണ്ട ഒരു റൂട്ടിൽ എന്തെങ്കിലും റോഡ് പണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ നമുക്ക് ആ റോഡിൽ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് പകരം യൂസ് ചെയ്യേണ്ട ഒരു റോഡ് അവിടെ ഒരു മാപ്പ് വരച്ചു വെച്ചിരിക്കും. ആ മാപ്പ് നോക്കിയിട്ട് നമ്മൾ ഏതിൽ പോകണമെന്ന് മനസ്സിലാക്കണം. അവർ ഇവിടുത്തെ സ്ട്രീറ്റിന്റെ പേരൊക്കെ എഴുതി വെക്കും, പക്ഷെ നമുക്കിത് ഏതാണ് എന്താണെന്ന് ഒരു പിടുത്തമില്ല. അതൊന്ന് തരണം ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ചില വഴിയിലൊക്കെ ബസ് ഇപ്പൊ കയറി പോയി കഴിഞ്ഞാൽ തിരിയാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ
ഒരു പ്രാവശ്യം 3 വണ്ടി പോലീസ് വന്നിട്ട് എന്നെ ഇറക്കിക്കൊണ്ട് ഞാൻ ജോലിക്ക് കയറി കിടക്കും. അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ആദ്യം വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വഴി നമ്മളാ പോയി പഠിച്ചേ പറ്റൂല. ആ റൂട്ട്, ബസ് റൂട്ട്, ഇപ്പൊ ബസ് റൂട്ട് ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ബസ് റൂട്ട് ഇപ്പൊ എനിക്ക് തരുന്നത് ഇപ്പൊ 33ന്റെ ബസ് റൂട്ടാണെന്ന് വെച്ചോ, എനിക്കത് 35 പോകുന്ന അതേ വഴി ഓടിച്ചോണ്ട് പോകാൻ പറ്റും? പറ്റത്തില്ല. 33 പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ പോകണം. അതേ റൂട്ട് തന്നെ, അതേ ബസ്. നമ്മൾ ഏതെങ്കിലും ഒരു ജംഗ്ഷൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ബസ്സിലുള്ള പാസഞ്ചർ ഒച്ചയെടുക്കും. കൂടാതെ നമ്മളെ കൺട്രോൾ റൂമിൽ നിന്നും അവിടെ നിന്നൊക്കെ വിളിക്കും. പിന്നെ പുറകെ വാണിംഗ് ലെറ്റർ പുറകെ സംഭവം കമ്പനിയൊക്കെ വേറെ വരും. ട്രെയിനിങ്ങും വിടൂല, ട്രെയിനിങ്ങിനും വിടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഡൈവേർഷൻ എപ്പോഴും നോക്കിയിട്ട് പോകണം. ഡൈവേർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് കറക്റ്റ് ആയിട്ട് ആ റൂട്ടിൽ തന്നെ പോകണമെന്നാണ്. അങ്ങനെയാണ് കമ്പനി നിയമം. അപ്പൊ ചേട്ടാ, ഇത്രയും നേരം നമ്മുടെ ചാനലുമായിട്ട് സഹകരിച്ചതിനും നമ്മുടെ കൂട്ടുകാർക്ക് നല്ല ഒരു വിവരങ്ങളാണ് ചേട്ടന് നൽകാനായിട്ട് സാധിച്ചത്. അപ്പോ ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താണ്? അടുത്ത പ്ലാൻ ഒന്ന് ബ്രോ, പ്ലാനുകൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പ്ലാനുകളെ പറ്റിയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോ വളരെ 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 നന്ദി ചേട്ടാ. അപ്പോ നമ്മുടെ കൂട്ടുകാർക്ക് ഇത്രയും വിശദമായിട്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയും ഇവിടുത്തെ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വരാണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് നല്ലപോലെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. താങ്ക് യു സോ മച്ച്.